ഇങ്ങനെയാണോ നമ്മളിൽ മിക്കരുടെയും കുട്ടികൾ പലപ്പോഴും ഇരിക്കുന്നത് കാണുന്നത്? ഇതിന് പറയും W പൊസിഷൻ. ഇത് അവർക്ക് പിന്നീട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്നത് നീ പുറത്തേക്ക് റൊട്ടേറ്റ് ആവണം. അതുകൊണ്ട് തന്നെ അവർക്ക് നീ സ്ട്രെസ്, നീ പെയിൻ എല്ലാം ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടാവും. പ്ലസ് ബോലെക്സ്, കാലകത്തേക്ക് വളഞ്ഞു കാണും, അല്ലെങ്കിൽ ഫീറ്റ് അകത്തേക്ക് ടേൺ ആയി കാണും അവർ നടക്കുമ്പോൾ. അങ്ങനെ പലതും ഉണ്ടാവും. ഓൾസോ അത് അവരുടെ മൊബിലിറ്റി, ഡെവലപ്മെന്റ് എല്ലാത്തിനെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നത്ര ഇത് കറക്റ്റ് ചെയ്യുന്നു. ചെറുപ്പം മുതലേ കുട്ടികൾ അധികം നമ്മൾ കാണപ്പെടുന്നത് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു 3 വയസ്സ് വരെ ഇത് ചിലപ്പോൾ ഭയങ്കര കോമൺ ആയിരിക്കും. എന്നിട്ട് നാച്ചുറലി അത് മാറുമായിരിക്കും. അപ്പോൾ പ്രശ്നമില്ല. പിന്നീട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് തന്നെ ചെയ്യണം. അപ്പോൾ 3 വയസ്സിന് മുൻപും നമ്മൾ കഴിയുന്നത്ര കറക്റ്റ് പൊസിഷൻസിൽ അവരുടെ കൂടെ താഴെ ഇരുന്ന് റോൾ മോഡൽ ചെയ്യാൻ ട്രൈ ചെയ്യണം. അല്ലാത്തപ്പോൾ അവരിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ചെറുതായി ഒന്ന് കറക്റ്റ് ചെയ്യാനും നോക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഇങ്ങനെ ഇരിക്കുമ്പം ലൈറ്റായി പ്രഷർ കൊടുത്ത് ഈ കാല് അകത്തേക്ക് പുഷ് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഈ കുട്ടികളെ പിടിച്ച് കാല് പതുക്കെ ഫ്രണ്ടിലേക്ക് തള്ളി വെച്ച് നോർമൽ സിറ്റിംഗ് പൊസിഷൻസ് കാണിക്കും. ബട്ട് ബെസ്റ്റ് പൊസിഷൻ ഇങ്ങനെ ഫീറ്റ് രണ്ടും തട്ടുന്ന രീതിയിൽ ഇരുന്ന് കാണിച്ചു കൊടുക്കണം. ഇത് അവർക്ക് നല്ല പൊസിഷൻ. ഇത് നമ്മൾ കറക്റ്റ് ചെയ്യാതെ പോയാൽ അതിനുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിന്റെ ഒരു ബിഗസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. എന്റെ ഉമ്മ വിചാരിച്ചു, എന്റെ മോൾ എത്ര അക്രോബാറ്റിക്, എന്ത് ഭംഗിയിൽ W പൊസിഷനിലൊക്കെ ഇരിക്കുന്നത്. വരുന്നവർ ഇത് തന്നെ പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു സുഖമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വലുതാവുന്ന വരെ അതേ പൊസിഷനിൽ ഇരുന്നാൽ വളർന്നതും. അതുകൊണ്ട് തന്നെ ചെറിയ ബോലെഗ്സ്, ഫീറ്റ് ഇഷ്യൂ, നീ പെയിൻ, അങ്ങനെ പല സാധനങ്ങൾ എനിക്കത് ഗിഫ്റ്റ് ആയി തന്നിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര നമ്മുടെ കുട്ടികൾക്ക് ഇത് വരാതെ നമ്മൾ ശ്രദ്ധിക്കണം.